കാരണം ലോകത്തെ ഏറ്റവും ഇഷ്ടം എല്ലാ ആൾക്കാർക്കും അവരവരെ തന്നെ. ഹൗ ഇറ്റ് അഫക്ട്സ് മീ. ബേസിക്കലി ഈ മതങ്ങൾ ചെയ്യുന്നത് ഭയപ്പെടുത്തി മനുഷ്യനെ കൺട്രോൾ അല്ല, അത് ചെയ്യുന്നത്. ഭയം എന്നല്ല പറയേണ്ടത്, ന്യായത്തിലേക്കുള്ള ഒരു സഞ്ചാരം എന്നേ പറയാം. ഓരോ പ്രവൃത്തിക്കും പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ചെയ്യുന്നത് ശരിയാണ്. കാരണം നിങ്ങൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാൻ കൂടുതൽ ഭഗവാൻ പറയുന്നതാണെന്ന് പറഞ്ഞാൽ ദേ വിൽ ബിലീവ്. ഏത് ജ്യോത്സ്യൻ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത് ഗുണമല്ലെന്ന് അപ്പോഴേ വിചാരിച്ചേക്കണം. പേടിപ്പിക്കുക എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഉദ്ദേശമല്ല. പിന്നെ അസ്ട്രോളജർ ഇന്നത് ചെയ്താൽ ഇന്നത് ശരിയാകുമെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ചോദ്യങ്ങൾ തിരിച്ച് അസ്ട്രോളജറോട് ചോദിക്കണം. നമ്മുടെ ആൾക്കാർ അസ്ട്രോളജി ഒരു മിത്തിക്കൽ സയൻസ് ആയതുകൊണ്ട് തിരിച്ചു ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ്. അത് മാറ്റി വെക്കണം. ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ശക്തമായിട്ട് തന്നെ അവരോട് ചോദിക്കണം. ദേവനെ വെച്ചേക്കുന്നത് നമ്മളെ എല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം. നമ്മളെ അനുഗ്രഹിക്കേണ്ട പെഴ്സ്യൂട്ടിൽ ഇന്നവനെ നിഗ്രഹിക്കണമെന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ശത്രുസംഹാര പൂജ രണ്ടുപേരും അടുത്തടുത്തിരുന്നാ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എന്തോ ചിന്തിക്കുന്നത് അതുപോലെ നമ്മളാകും. യു ആർ വാട്ട് യു ബിലീവ്. സംശയം ഒരു ചെറുക്കൻ രാവണൻ എന്നുള്ള പേരിട്ട് കൊടുത്താൽ സ്ഥിരമായിട്ട് അവൻ എടാ രാവണ എന്ന് വിളിച്ചാൽ രാവണൻ ആരാണെന്ന് അവൻ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ രാവണൻ പോലെ ആകും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം രാജ്യവ്യാപകമായിട്ട് അവരുടെ അനുയായികളോട് എല്ലാം എതിരായിട്ട് പ്രസംഗിച്ചിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഇത് മുഴുവൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാപട്യം ഉന്നതങ്ങളിൽ വരെ നടക്കുന്ന ഒരു രംഗമായി